സ്വാഗതം. ഏത് കാര്യവും പഠിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. കണക്കിന് സംഖ്യയും അതിൻ്റെ ക്രിയകളും പഠിക്കണം. ഭാഷയാണെങ്കിൽ അക്ഷരമാലയിൽ നിന്ന് തുടങ്ങുന്നു, പിന്നെ പടിപടിയെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. അതേപോലെ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്കുള്ള വീഡിയോ ആണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷനാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇംഗ്ലീഷിലുള്ള മൊത്തം വാക്കുകളെ, വേർഡ്സുകളെ 8 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവയുടെ പേരുകളും പ്രവർത്തനവും സെൻറ്റൻസിലെ ഉപയോഗവുമാണ് വിശദീകരിക്കുന്നത്. 1. നൗൺ. നൗൺ അല്ലെങ്കിൽ നാമങ്ങൾ. പേരുകൾക്കാണ് നൗൺ എന്ന് പറയുന്നത്. 4 തരം നാമങ്ങളുണ്ട്. 4ൻ്റെയും പേരും യഥാക്രമം എക്സാമ്പിളും ഇപ്രകാരമാണ്: കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, ആബ്സ്ട്രാക്റ്റ് നൗൺ, കളക്റ്റീവ് നൗൺ. ഉദാഹരണങ്ങൾ: ബോയ്, റാം, ലവ്, ഫ്ലോക്ക്. സെൻറ്റൻസിലെ എക്സാമ്പിൾസ്: ബുക്ക്. I borrowed a book from the library. Car. She bought a new car last week. Dog. The dog is barking loudly. School. My school is near my house. 2. pronoun അല്ലെങ്കിൽ സർവനാമം. പേരുകൾക്ക് പകരം ഉപയോഗിക്കുന്നു. ഇതിനെ 3ആയി തിരിച്ചിരിക്കുന്നു: I, we first person, you second person, he, she, it, they third person. Sentences examples: I love reading books. We went to zoo yesterday. You are my best friend. He is going to the market. She sings beautifully. It is raining outside. They are playing football. 3. adjective അല്ലെങ്കിൽ നാമവിശേഷണം. ദേ ക്വാളിഫൈ നൗൺ. നാമങ്ങളെ വിശേഷിപ്പിക്കുന്നു. സെൻറ്റൻസിൽ എക്സാമ്പിൾ: ഹാപ്പി. ഷീ ലുക്സ് വെരി ഹാപ്പി ടുഡേ. ബിഗ്. ദേ ലീവ് ഇൻ എ ബിഗ് ഹൗസ്. കോൾഡ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ്. ഫാസ്റ്റ്. ഹീസ് എ ഫാസ്റ്റ് റണ്ണർ. ആഡ്ജക്റ്റീവ് 3 വിധമുണ്ട്: പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. എക്സാമ്പിൾ: ടോൾ, ടോളർ, ടോളസ്റ്റ്. സാധാരണയായി പോസിറ്റീവിൻ്റെ കൂടെ EREST എന്നിവ ചേർത്ത് കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും നിർമ്മിക്കുന്നു. 4. വേർബ്സ്, ക്രിയകൾ. ക്രിയ ഒരു പ്രവൃത്തിയെ കാണിക്കുന്നു അല്ലെങ്കിൽ ഒരവസ്ഥയെ. അവയ്ക്ക് പല ടെൻസുകളുണ്ട്. 3 പ്രധാന ടെൻസുകൾ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നിങ്ങനെയാണ്. അവയിൽ ഓരോന്നിനെയും വീണ്ടും 4ആയി തിരിച്ചിരിക്കുന്നു. സെൻറ്റൻസിൽ എക്സാമ്പിൾ: ഹി റൺസ് എവരി മോർണിംഗ്. റൺ വെർബാണ്. വി ഈറ്റ് ഡിന്നർ അറ്റ് 8 PM. ഈറ്റ് വെർബാണ്. ഷീ റൈറ്റ്സ് ബ്യൂട്ടിഫുൾ പോയം. റൈറ്റ് വെർബാണ്. ഐ ലവ് ടു റീഡ് നോവൽസ്. റീഡ് വെർബാണ്. 5. അഡ്വർബ് അല്ലെങ്കിൽ ക്രിയാവിശേഷണം. They qualify verbs, adjectives or other adverbs. ക്രിയകളെയും നാമവിശേഷണത്തെയും മറ്റ് ക്രിയാവിശേഷണങ്ങളെയും വിശേഷിപ്പിക്കുന്നു. എക്സാമ്പിൾ: ക്വിക്ക്ലി. ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ക്വിക്ക്ലി. സ്ലോലി. ഹി വാക്ക്ഡ് സ്ലോലി ടുവേഴ്സ് ദ ഡോർ. ലൗഡ്ലി. ദ ടീച്ചർ സ്പോക്ക് ലൗഡ്ലി ടു ഗെറ്റ് അറ്റൻഷൻ. Happily. They danced happily at the party. 6. Preposition. These are small words showing the relationship between words. വാക്കുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ കാണിക്കുന്ന ചെറിയ വാക്കുകളാണ്. സെൻറ്റൻസിൽ എക്സാമ്പിൾ: ഓൺ. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഇൻ. ഷീ ഈസ് ഇൻ ദ റൂം. അണ്ടർ. ദ ഷൂസ് ആർ അണ്ടർ ദ ബെഡ്. Between. The park is between my house and school. 7. Conjunctions.
These are words that join sentences or phrases. സെൻറ്റൻസുകളെയും ഫ്രേസുകളെയും കൂട്ടി യോജിപ്പിക്കുന്നു. എക്സാമ്പിൾ: And I bought apples and oranges. But she is kind but strict. Or, do you want tea or coffee? Because I stayed home because it was raining. At the interjunction, words used for sudden emotions, പെട്ടെന്നുള്ള വികാരങ്ങൾ പ്രകടമാക്കുന്ന വാക്കുകളാണിത്. എക്സാമ്പിൾസ്: Oops, I spilled my coffee. Hey, how are you? Woo, that place is amazing. മേൽപ്പറഞ്ഞ പ്രകാരം ഇംഗ്ലീഷിലുള്ള വാക്കുകളെ എല്ലാ 8 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസ് ഇതാണ്. അടിസ്ഥാനമായി ഇത് മനസ്സിലാക്കണം. ഈ ചാനലിൽ ഗ്രാമറിനെ കുറിച്ചുള്ള നിരവധി വീഡിയോകളുണ്ട്. മലയാളത്തിൽ വിശദീകരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ ഉപരിപഠനത്തിനും ജോലിയിലും ഇംഗ്ലീഷിൻ്റെ അറിവ് വളരെ സഹായിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.